പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2024 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, മെയ് 11-ാം തീയതിയാണെന്ന്. മെയ് മാസം 11-ാം തീയതി ഞായറാഴ്ച അങ്ങയുടെ മക്കളുടെ ദിവസം. കർത്താവേ, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണമെന്ന് പറഞ്ഞതിൻ്റെ അതേ ഭയത്തോടും ഭവ്യതയോടും കൂടി അങ്ങയുടെ ദിവസത്തെ ആചരിക്കാൻ അങ്ങയുടെ മക്കളെ സഹായിക്കണമേ ഈശോയെ. കർത്താവെ, ദൈവപൈതന്മാർ ഈ ഭൂമിയിൽ ജീവിക്കണ പോലെ മാതൃകയായിട്ട് ജീവിക്കാൻ ഞായറാഴ്ച എങ്ങനെയാണ് ഉപയോഗിക്കുക? പണ്ട് പരസ്നേഹ പ്രവൃത്തികളും ഭക്തകൃത്യങ്ങളും പരസ്നേഹ പ്രവൃത്തികളും ദൈവവചനം കേട്ടും വചനം ജീവിതത്തെ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചും അങ്ങനെ ദൈവത്തിൻ്റെ മക്കളെപ്പോലും ഞായറാഴ്ച ജീവിക്കാൻ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ കുടുംബത്തിൽ ഞായറാഴ്ചയാണ് എല്ലാ പാപങ്ങളും ചെയ്ത് കൂട്ടുന്ന ദിവസം, കർത്താവിൻ്റെ ദിവസം. അപ്പം അങ്ങനെ പ്രാക്കപ്പെട്ട കുടുംബത്തെ പ്രാക്കപ്പെട്ടതാക്കിയിട്ടുള്ള ആൾക്കാരുണ്ട്.
വെള്ളമടിക്കുന്നതും കൂട്ടുകമ്പനി കൂടുന്നതും കുപ്പിക്കൂട്ടങ്ങൾ കൂടുന്നതും അതുപോലെ തന്നെ പങ്കുവെച്ച് കുടിക്കണതും എല്ലാ വൃത്തികേടുകളും ചെയ്യുന്ന ഞായറാഴ്ചയാണ്. അപ്പം അങ്ങനെ നാശം പിടിച്ചൊരു കുടുംബത്തിലേക്ക് വരുന്ന ഒരവസ്ഥ വരുന്നതാണ്. ആ കുടുംബത്തിൽ ജീവിക്കുന്ന വിശുദ്ധാത്മാക്കളുണ്ട്. അവരിതൊന്നും കണ്ടും കേട്ടും കാണത്തില്ല. പക്ഷേ എല്ലാ പാപികളും അവർ കുടുംബത്തിൽ ഒറ്റപ്പെടുത്തുന്നുണ്ട്. അവർ ഒറ്റയ്ക്ക് നിന്ന് ഭരിക്കുകയാണ്. പിന്നെ വീട്ടിൽ നിന്നെങ്ങാനും പോകാമെന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്നവരുണ്ട്. എന്നാലും ശരി, നീ അവിടെ നിൽക്കണം, കുറച്ച് നിൽക്കണത്രയും കാലം നീ നിന്ന് അതിനു വേണ്ടി പ്രാർത്ഥിച്ച് ആ കുടുംബത്തെ പൈശാചിക സ്വാധീനത്തിൽ നിന്ന് ഒഴിവാക്കാൻ ദൈവം തൻ്റെ ദൂതനെപ്പോലെ നിന്നെ ആ കുടുംബത്തേക്ക് വിട്ടിരിക്കണമെന്നൊരു ബോധം നിനക്കുണ്ടാവണം. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഇന്ന് ഏതെങ്കിലും പ്രത്യേകമായ കുടുംബ ദൗത്യത്തിനായി പോകുന്നവരെ, ജീവിത ദൗത്യത്തിനായി പോകുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ ആശ്രയിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ തിങ്കളാഴ്ച കൊടുക്കാമെന്ന് പറഞ്ഞവരുണ്ട്, അതുപോലെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞവരുണ്ട്. ഇങ്ങനെ കുറേ വാക്കുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിനൊക്കെ പരക്കം പാഞ്ഞ് പരിവേശപ്പെട്ട് നടക്കുന്ന വ്യക്തികളുണ്ട്. അവരെ എല്ലാം സന്ധിക്ക് സമാധാനപ്പെടുത്തുകയും ചെയ്യട്ടെ. നിൻ്റെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ ചൈതന്യം വർഷിക്കട്ടെ. നിനക്ക് പ്രാർത്ഥന മങ്ങിപ്പോയവരെ, പ്രാർത്ഥന തളർന്നു പോയവരെ, പ്രാർത്ഥിക്കാൻ പറ്റാതിരിക്കുന്നവരെ, പ്രാർത്ഥിച്ചിട്ട് അതിൽ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റാത്തവർ അവരെല്ലാം സന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെയെല്ലാം കർത്താവിൻ്റെ കൃപ ചൊരിയട്ടെ. കർത്താവെ, രോഗികൾ, പീഡിതർ, ആശുപത്രിയിൽ അഡ്മിറ്റായിട്ടുള്ളവർ, വീട്ടിൽ തന്നെ കിടപ്പ് രോഗികളായിട്ടുള്ളത് കാരണം തന്നെ ബൈസ്റ്റാൻഡർമാരെ പോലെ അവർക്ക് വീട്ടുമായിട്ടുള്ള മറ്റുള്ളവർക്ക് ഒരു പരിപാടിക്കും ഓരോരുത്തരും പോകാൻ പറ്റാത്ത, ഇങ്ങനെ കാണാത്ത കയറി കെട്ടിയിരിക്കുന്ന കുടുംബങ്ങൾ. അപ്പോൾ ഈ രോഗം പിടിച്ച് കിടക്കുന്നവരെങ്കിലും ചത്താൽ മതിയെന്ന് മനസ്സുകൊണ്ട് പുറത്ത് പറയാൻ പറ്റുന്നില്ലെങ്കിലും ആഗ്രഹിച്ചിരിക്കുന്നത് ദൈവസ്നേഹത്തിൻ്റെ സാക്ഷികളാകാൻ തന്നിരിക്കുന്ന സമയങ്ങൾ പെരുക്കിയും അതുപോലെ തന്നെ പൊറുത്തും പല്ലുകടിയും കരച്ചിലും കാണിച്ചുകൊണ്ട് കർത്താവിന് മറുത്ത് ജീവിക്കുന്ന കുടുംബങ്ങൾ, അവിടെ എല്ലാം ഞായറാഴ്ച കർത്താവിൻ്റെ കൃപയിൽ ബോധത്തിലേക്ക് വരാൻ വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ നീ നിൻ്റെ കുടുംബവും കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് ആശീർവദിക്കപ്പെടട്ടെ. ടാർജറ്റിങ്, കമ്പനിക്കാർ ടാർജറ്റ് കൊടുക്കത്തില്ലേ? ചില ആൾക്കാർ പറയും, അച്ഛാ ഞാൻ അവിടുന്ന് പോകുന്നു കേട്ടോ അച്ഛാ എന്ന് പറയും. ഏത് ഓരൊക്കെ ബാങ്കിന് വരുന്നത് ഞാൻ പറയണില്ല, ആ ബാങ്കിൽ ഞാൻ പോയി. എന്താ എൻ്റെ അച്ഛാ ടാർജറ്റ് ആരെക്കൊണ്ട് താങ്ങും? അപ്പം ഞാൻ മടുത്തെന്ന് പറയും. അപ്പം അങ്ങനെ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ഒരു ടാർജറ്റ് ഉണ്ട്. എന്താണ്? സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ടാർജറ്റ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ വിഷയത്തിൻ്റെ മേലും ദയവൈതൽ ഇപ്പം നമുക്ക് വെറുപ്പ് തോന്നും. അപ്പോൾ അവർ നമ്മൾ ന്യായമായിട്ടൊക്കെ പെരുമാറി സന്തോഷമായിട്ടൊക്കെ അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുത്തെങ്കിലും നമുക്കൊരു അവസരം വന്നപ്പോൾ ഒരു പട്ടിയും തിരിഞ്ഞു നോക്കില്ലെന്ന് പറയത്തില്ലേ? അപ്പോൾ അവർക്ക് വെറുപ്പ് തോന്നും. അപ്പോൾ കർത്താവിൻ്റെ വചനം എന്ന് പറയും, വെറുപ്പായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യമൊന്നുമല്ല, സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ടാർജറ്റ്. അപ്പോൾ എങ്ങനെ എല്ലായിടത്തും സ്നേഹത്തിന് ടാർജറ്റായി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നിങ്ങൾ എക്വിപ്ഡാവും, ആംഡാവും, നിങ്ങളുടെ പ്രതിരോധ ശക്തി വർദ്ധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിനെയും അതിജീവിക്കാൻ കഴിയും. അങ്ങനെയാണ് സ്നേഹം എല്ലാത്തിനെയും അതിജീവിക്കുന്നുവെന്ന് 1 Corinthians 14:1. സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. ഇപ്പോൾ ചില ബിസിനസ് കമ്പനിക്കാരൊക്കെ ടാർജറ്റ് കൊടുക്കത്തില്ലേ? അതുപോലെ ബൈബിൾ നമുക്ക് തരുന്ന ടാർജറ്റ് എന്താണ്? സ്നേഹമാണ്. ഇപ്പം നിങ്ങൾ ഒരു ആളെ സഹായിച്ചാലും പ്രാർത്ഥിച്ചാലും ഒരു പ്രവർത്തനം ചെയ്താലും, ഇപ്പോൾ ജർമ്മനും അതുപോലെ തന്നെ ഫ്രഞ്ചുമൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം, ട്യൂഷൻ കൊടുക്കണമല്ലേ? കൂട്ടുകാർക്ക് അത് ട്യൂഷനൊക്കെ കൊടുക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും കൂട്ടുകാർ നമ്മളോട് കുറച്ചുകൂടി പ്രതിപത്തിയുള്ളവരായിരിക്കും എന്നൊക്കെ. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതല്ല, അത് അറിവില്ലാത്തവരെ പഠിപ്പിക്കുക എന്ന് വെച്ചാൽ കാരുണ്യപ്രവൃത്തിയല്ലേ? അപ്പം ദൈവസ്നേഹത്തിൻ്റെ പേരിലാണ് നിങ്ങൾ ആ ജർമ്മൻ പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ അത് സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ എന്ത് ചെയ്താലും എക്സ്ട്രാ ചെയ്യുന്ന കാര്യങ്ങളല്ല, എക്സ്ട്രാ ചെയ്യുമ്പോഴേ നമുക്ക് പെയിൻ ഉണ്ടാവുകയെ. നമുക്ക് സഹിക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതലാകുമ്പോഴാണ് വേദന എന്ന് നമ്മൾ പറയണത്. സഹിക്കാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല, അല്ലേ? പല്ലുവേദന, എനിക്ക് 2-3 ദിവസം വേദന ഉണ്ട്, ഞാൻ ശ്രദ്ധിച്ചില്ല. ഇന്നിപ്പോൾ ഒരു ഭക്ഷണം കഴിച്ചപ്പോൾ പല്ലിട്ട് കൊണ്ട്, അപ്പോൾ എക്സ്ട്രാ വന്ന വേദനയാണ്. 2-3 ദിവസമായിട്ട് എനിക്ക് വേദന ഉണ്ട്, പല്ലുവേദന ഉണ്ട്. ഇന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ ആ പല്ലിന് ആ വേദനയുള്ള പല്ലേ വെച്ച് കടി കിട്ടി.
അത് ഇറച്ചിയായാലും വേറെ എന്ത് സാധനം കടിച്ചപ്പോൾ അവിടെ വേദന എടുത്ത്. ഇപ്പോൾ എക്സ്ട്രാ വേദന വന്നപ്പോൾ സഹിക്കാൻ പറ്റാത്തതായി. അപ്പോൾ അത് വേദനയായി. എക്സ്ട്രാ വരുന്ന വേദനയാണ് വേദന എന്ന് പറയണത്. അപ്പോൾ എക്സ്ട്രാ വരണ എന്ത് ചെയ്യാവുന്നവരുടെ എക്സ്ട്രാ വരുന്ന വേദന എന്ത് ചെയ്യണം? അത് കർത്താവിൻ്റെ സഹനങ്ങൾ കൂട്ടിച്ചേർക്കുക. അതാണ് വിശേഷ വിധിയായി നിങ്ങൾ എന്താണ് സഹിക്കുന്നത് എന്താണ് ചെയ്യുന്നത്. മത്തായി 5:47 എടുത്തേ. സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ചെയ്യുന്ന കാര്യമായാലും ശരി, ചൊല്ലുന്ന കാര്യമായാലും ശരി, വേദനയായാലും ശരി, എക്സ്ട്രാ വരുന്നതിനാണ് മാർക്കുള്ളത്. മനസ്സിലായില്ലേ? വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യണത്? വിശേഷവിധിയായി നിങ്ങൾ എന്താണ് വേദനിക്കുന്നത്? ഇപ്പം നമുക്കൊരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരാൻ മാതാപിതാക്കന്മാർക്ക് സ്വാഭാവികമായിട്ടുള്ള ചില ഭാരങ്ങളുണ്ട്, അല്ലേ? ഇപ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് ഓട്ടിസമൊക്കെ ഇരിക്കും. അപ്പോൾ അത് എക്സ്ട്രാ മറ്റു കുഞ്ഞുങ്ങൾക്കില്ലാത്ത ഒരു 1000 കുഞ്ഞുങ്ങളിൽ ഒരു കുഞ്ഞിനൊക്കെ അത് വരത്തുള്ളൂ. അപ്പോൾ അത് എക്സ്ട്രായാണ്. വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അതാണ് വേദന എന്ന് പറയുന്നത്, എക്സ്ട്രാ വരണത്. ഇപ്പം നിങ്ങൾ മര്യാദക്കൊക്കെ ജീവിക്കുന്നു. ഞാനെന്നെ കുഞ്ഞുനാളിൽ ചിലർ പറയും, ഞാൻ കുഞ്ഞുനാളും മുതലൊക്കെ ദൈവത്തെ ഒപ്പിച്ച് പള്ളിയൊക്കെ പ്രാർത്ഥനയൊക്കെ ജീവിക്കുകയാണ്, പക്ഷേ എനിക്കിത് വന്നല്ല എന്ന് അങ്ങനെ പറയും. ഞാനൊരു മദ്യപാനത്തിനും ഇല്ല, ഞാനൊരു പുകവലിക്കും ഇല്ല, എന്നാലും എനിക്ക് ഫാറ്റ് ലിവർ വന്നല്ല എന്ന് പറയത്തില്ലേ ആൾക്കാർ, പറയത്തില്ലേ അങ്ങനെ? അതായത് ഇതൊക്കെ മദ്യപാനികൾക്ക് വന്ന രോഗമാണ്, ഞാൻ ഇതൊന്നും ഇല്ല, എന്നിട്ട് എനിക്ക് എക്സ്ട്രാ വന്നല്ല. എക്സ്ട്രാ വരുന്നതാണ് നമുക്ക് റീഡിങ് ആയിട്ടുള്ളത്, കർത്താവിന് സമർപ്പിക്കാൻ പറ്റുന്നതാണ്. അതെന്ത് ചെയ്യുക വെച്ചാൽ, നിൻ്റെ ഉത്തരവാദിത്തം അല്ലാതെ തന്നെ ഈ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ എക്സ്ട്രാ വേദനകൾ വരും. അപ്പോൾ ബുദ്ധിയും ബോധവും ഉള്ള വിശ്വാസികൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, എക്സ്ട്രാ വരുന്ന സംഭവം എന്ത് ചെയ്യും? അത് കർത്താവിൻ്റെ മരണത്തെ പ്രഖ്യാപിക്കാനായി ഉപയോഗിക്കും. മനസ്സിലായില്ലേ? നമ്മുടെയൊക്കെ ഒരു ഗുണം അതാണ്. ഇപ്പം ഞാനൊക്കെ എനിക്ക് ഈ കിഡ്നിയുടെ അസുഖമില്ല, ശരിക്കും പറഞ്ഞാൽ ഞാനെന്ത് കർത്താവിൻ്റെ പേരല്ലേ ചെയ്യണത്? 24 മണിക്കൂറും കർത്താവിൻ്റെ പേരെ ചെയ്യുന്നു. ഞാൻ ഇങ്ങനെ വേറെ എക്സ്ട്രാക്കൊന്നും വേറെ ഒരു ലിഷറിനൊന്നും പോകത്തില്ല. എവിടെയെങ്കിലുമൊക്കെ പോയാലും പിറ്റേ ദിവസം അപ്പം തന്നെ എൻ്റെ ജോലി ശുശ്രൂഷ കഴിഞ്ഞാൽ തിരിച്ച് നാട്ടിലെത്തും. അപ്പോൾ ഞാൻ ഇങ്ങനെ അമ്യൂസ്മെൻറ്റിനൊന്നും ഇല്ല. പക്ഷേ എനിക്കിങ്ങനെ ഡിസീസ് വന്നില്ലേ? അപ്പോൾ എന്നിട്ട് ഞാനിതിനെക്കുറിച്ച് യേശുവിൻ്റെ കംപ്ലയിൻറ്റ് ചെയ്യുകയൊന്നും ചെയ്തില്ലല്ലോ. ഒരു മാസത്തിൽ ഒരു 3 പ്രാവശ്യം നീർക്കെട്ടൽ വരും, ശ്വാസം മുട്ടലും വലിവും ചുമയൊക്കെ വരും, കഫമൊക്കെ കെട്ടലുണ്ടാകും. നീർക്കെട്ടൽ ഇങ്ങനെ ബോഡി വേർത്ത് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ പതിരെ പിടിക്കും, ശ്വാസകോശത്തെ ബ്ലോക്ക് ചെയ്യും, പിന്നെ അത് പനിയായിട്ട് മാറും. അപ്പോൾ ഒരു സ്വസ്ഥത നമുക്കുണ്ടാകത്തില്ല. പക്ഷേ ഇതിൻ്റെ പേരിൽ നമ്മൾ ദൈവത്തോട് യുദ്ധത്തിന് പോകത്തില്ല. എന്താ കാര്യം? ഇത് എക്സ്ട്രാ നമ്മൾ അനുഭവിക്കേണ്ടതാണ്. അതായത് നമ്മൾക്ക് ഈ വേദന ആൾക്കാർ പെറുപിറുക്കണത്, ഇപ്പം ബൈബിളിലൊരു പെറുപിറുപ്പില്ലേ? എന്താ പറയണത്? ഞങ്ങൾ 11-ാം മണിക്കൂറിൽ വന്ന അവരെ, ഞങ്ങൾ 1-ാം മണിക്കൂറിൽ വന്ന ഞങ്ങളുമായിട്ട് അവരെ നിങ്ങൾ താരതമ്യപ്പെടുത്തിയല്ലോ എന്ന് പറഞ്ഞ് പെറുപിറുക്കും. അപ്പോൾ എക്സ്ട്രാ ഇവർ എക്സ്ട്രാ ചെയ്തെന്ന് പറഞ്ഞാൽ 12 മണിക്കൂർ ജോലിയിൽ, രാവിലെ 6 തൊട്ട് വൈകുന്നേരം 6 വരെ 12 മണിക്കൂർ ജോലിയിൽ അവസാനം വന്നൊരു 1 മണിക്കൂറാണ് ജോലി ചെയ്തത്. പകലിൻ്റെ മുഴുവൻ ചൂടും വെയിലും കൊണ്ട് ഞങ്ങളെ അവരോട് താരതമ്യപ്പെടുത്തിയല്ലോ എന്ന് പെറുപിറുക്കും. ഇത് എക്സ്ട്രായാണ്. അവർക്ക് ജ്ഞാനമില്ലാത്തത് കൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്. ദൈവം അറിയാതെ ഒരു എക്സ്ട്രായും സംഭവിക്കത്തില്ല. മറ്റ് ഇപ്പം നിൻ്റെ നാത്തുവിനേക്കാളും നിൻ്റെ അനിയത്തേക്കാളും നിൻ്റെ ചാച്ചനേക്കാളും നിൻ്റെ ചേച്ചിയേക്കാളും ഒക്കെ നിനക്ക് എക്സ്ട്രാ ആയിട്ടുള്ള പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് കർത്താവിനേക്ക് വരവെക്കാൻ വേണ്ടിയുള്ളതാണ്. മനസ്സിലായില്ലേ? അതെന്താണ്? അത് കർത്താവിൻ്റെ മരണത്തെ അവർ പ്രഖ്യാപിച്ചുകൊണ്ട്, ഉയർപ്പ് വിശ്വസിച്ചുകൊണ്ട് ഉന്നതമായ വിജയം കൈവരിക്കാൻ വേണ്ടിയുള്ള നിത്യതയ്ക്ക് വേണ്ടിയുള്ള അച്ചാരങ്ങൾ നിന്നോടും, അച്ചാരം മാത്രമല്ല അതിന് മുതലടയാനുള്ളത് കൂടി നിന്നോട് വാങ്ങിക്കുകയാണ്. അത് ബോധത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നിനക്ക് വെളിപ്പെടുത്തി തരേണ്ടതാണത്. അത് നിനക്കത് കിട്ടാത്തത് കൊണ്ടാണ് എന്നിലൂടെ ഇപ്പോൾ കർത്താവ് നിന്നോട് സംസാരിക്കുന്നത്. ഇപ്പം നിൻ്റെ എക്സ്ട്രാ വേദനകൾക്കെല്ലാം ഇതുകൊണ്ട് പരിഹാരമാകണം. പ്രൈസ് ദി ലോർഡ്. தமிழ்நாட்டிலிருந்து உடன்படிக்கை செய்வதற்காக வந்திருப்பவர்கள் திவ்ய நற்கருணை ஆராதனை ஆலயத்தில் இடதுபுறமாக ரெஜிஸ்ட்ரேஷன் கவுண்டர் இருக்கின்றது. அங்கே வந்து வரிசையாக நின்று உடன்படிக்கை ரெஜிஸ்ட்ரேஷன் செய்ய வேண்டும் என்று அன்புடன் கேட்டுக்கொள்கிறோம்.
ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇവിടെ വന്നിട്ട്, കൃപാസനത്തേക്ക് വന്നിട്ട് 15 കൊല്ലം കഴിഞ്ഞ് എൻ്റെ അനുഭവം വെച്ച് പറയുക, ആരൊക്കെ ഇവിടെ വന്നാലും എന്തൊക്കെ വലിയ പ്രശ്നമാണെങ്കിലും, എത്ര വലിയ പ്രശ്നം, ചിലപ്പോൾ അത് തീർക്കാൻ നമ്മ എന്നെ എഴുതി തള്ളിയിരിക്കുക, ഇതൊന്നും സാധിക്കില്ല. അത് നിങ്ങൾക്ക് വിഷമത്തോടെ പോയേണ്ടി വരില്ല. നിങ്ങൾ ഇവിടെ വന്ന് അമ്മയോട് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും അമ്മ അതിനേക്ക് ഒരു എൻട്രി ഇടും, ഈ കേസ് ഞാൻ ടേക്കപ്പ് ചെയ്തിരിക്കാമെന്ന്. പ്രൈസ് ദി ലോർഡ്. നമുക്കെല്ലാം നഷ്ടപ്പെടുമ്പോഴും നമ്മുടെ കയ്യിൽ ചിലപ്പോൾ നമ്മളെ സഹായിക്കാമെന്നുള്ള ബന്ധുക്കളും മാർഗങ്ങളും എല്ലാം പോയി. പ്രത്യാശ പോലും അവിടെ വകയില്ല, പ്രത്യാശയ്ക്ക് വകയില്ല. നമുക്ക് ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ തന്നെ മനസ്സിലൊരു കണക്കൂട്ടലുണ്ടാവും, ഈ പ്രശ്നത്തിന് ഇങ്ങനെ പരിഹാരം, ഇത് ഇങ്ങനെ നടന്നില്ലെങ്കിൽ വേറെ വഴി, പിന്നെ 3-4 വഴി നമുക്ക് കണ്ടെത്തി വയ്ക്കും, ഒന്ന് പോയാൽ ഇനി ഒന്ന്. പലരുടെ ജീവിതത്തിലും ഒരു വഴിയുമില്ല, എല്ലാം പോയി, എല്ലാം നഷ്ടപ്പെട്ട്. അങ്ങനെയുള്ളവർ ചിലപ്പോൾ ഓർക്കും, ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം, ഇനി വിശ്വസിച്ചിട്ട് എന്താ കാര്യം. അങ്ങനെ പലവരും പ്രാർത്ഥന നിർത്തി പോകാറുണ്ട്. അതാണ് ഏറ്റവും വലിയ ദുരിതം. ഒരു കാര്യം നമ്മൾ മറന്നുപോവുക, നമ്മളെ കയ്യിലിരിക്കണതെല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോഴും അവിടെ ഒന്ന് ബാക്കിയുണ്ട്. നമ്മളെ കയ്യിൽ യേശുക്രിസ്തു നമുക്ക് തന്ന വാഗ്ദാനം ബാക്കി നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവവചനം എന്തൊക്കെ ഈ ലോകത്തിൽ നിങ്ങൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാലും വചനം, വാഗ്ദാനം നഷ്ടപ്പെടില്ല. പ്രൈസ് ദി ലോർഡ്. അത് അവിടെ തന്നെ ഇരിക്കുക. അത് നമ്മൾ മറന്നുപോകും. എൻ്റെ ചിലപ്പോൾ മക്കളെ ഒരു ദൂര രാജ്യത്തിലേക്ക് അയക്കുമ്പോൾ അവൻ്റെ കഴുത്തിൽ ഒരു മാല ഇട്ട് കൊടുത്ത് അതിൽ ഞാൻ പറയുക, ഇതിലൊരു ഡെബിറ്റ് കാർഡുണ്ട്, ആ ഡെബിറ്റ് കാർഡ് നിൻ്റെ കയ്യിരിക്കണ കാശ് എല്ലാം കളഞ്ഞു പോയി കഴിഞ്ഞാലും നിനക്ക് ജീവിതകാലം മൊത്തം, നിൻ്റെ യാത്ര തീർന്നവരെ നിനക്ക് ഇതിൽ എന്ത് വേണമെങ്കിലും ചിലവാക്കാമെന്ന് പറഞ്ഞ് ഡെബിറ്റ് കാർഡ് കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. പക്ഷേ പലവരും മക്കളെന്താ ചെയ്യാമെന്ന് വെച്ചാൽ കാശെല്ലാം കളഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ കഴുത്തിൽ തന്നെ ഉള്ള ഡെബിറ്റ് കാർഡ് മറന്നു പോകും. ഡെബിറ്റ് കാർഡിൽ കോടികളുടെ ആസ്തിയുണ്ട് അതിൽ. പ്രൈസ് ദി ലോർഡ്. അതേപോലെ നമ്മളും പലവരും സങ്കടത്തിൽ ജീവിക്കണ കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഡെബിറ്റ് കാർഡ്, ദൈവത്തിൻ്റെ വാഗ്ദാനം നമ്മൾ മറന്നുപോവുകയാണ് ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ കൂടെ, വാഗ്ദാനം എന്തിനാണ് വാഗ്ദാനം? ദൈവത്തിന് അത്രയ്ക്ക് കരുതലുണ്ട്. ഈ അൺലിമിറ്റഡ് ഡെബിറ്റ് കാർഡ് എൻ്റെ മകൻ്റെ കഴുത്തിൽ ഞാൻ ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് അതുപോലെ കരുതലുണ്ട്. അവനൊരിക്കലും ബുദ്ധിമുട്ടരുത്, ഒരു കാരണവശാൽ അവൻ പട്ടിണി കിടക്കരുത്, എനിക്ക് വിശക്കും, അതെല്ലാം എനിക്കറിയാം. അതുപോലെ തന്നെ നമ്മളെ ദൈവത്തിനറിയാം, മക്കൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവർക്ക് എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് നമ്മളെ കരുതലുള്ള കരുണ നിറഞ്ഞ കർത്താവിനെ അറിയാം നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ടെന്ന്. കാരുണ്യം എന്ന് വെച്ചാൽ എന്താ? കരുണ എന്ന് വെച്ചാൽ എന്താ? നമുക്ക് യോഗ്യത ഇല്ലാത്തത് കൊടുക്കുന്നതാ കരുണ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം, അതിന് നമുക്ക് വലിയ യോഗ്യതയൊന്നും വേണ്ട. നമുക്ക് പലപ്പോഴും തോന്നിക്കും, പലവരും ചിന്തിക്കും, ഞാനങ്ങനെ വലിയ പ്രാർത്ഥനയൊന്നുമില്ലല്ലോ, അതേപോലെ ഞാൻ കുറേ പാവം ചെയ്തിട്ടുണ്ട്, എനിക്കൊക്കെ എൻ്റെ അടുത്തൊക്കെ ദൈവം, എനിക്കൊക്കെ അനുഭവം കിട്ടുക, അല്ല എന്നോട് ദൈവം ചേർന്ന് നിൽക്കുക. ദൈവം കാരുണ്യവാനാണ്. കരുണയുടെ ഡെഫിനേഷൻ തന്നെ യോഗ്യത ഇല്ലാത്തവർക്ക് കൊടുക്കുന്നതിൻ്റെ പേരാണ് കരുണ. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു യോഗ്യതയും വേണ്ട,
ദൈവത്തെ അറിഞ്ഞാൽ മാത്രം മതി, ആ ഒരു ബോധ്യം ഉണ്ടായാൽ മതി. എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുക, എൻ്റെ ദൈവത്തിന് എന്നോട് കരുതലുണ്ടെന്നുള്ളൊരു ആ ഒരു യോഗ്യത മാത്രം മതി. നമ്മൾ എല്ലാവരും ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ഒരു ബോധ്യത്തിലിരിക്കണം, ഞാൻ എൻ്റെ ജീവനുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലായിരിക്കണം. അമ്മ മാതാവ് എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ അടുത്തുണ്ട്. അതെൻ്റെ 15 കൊല്ലത്തെ അനുഭവമാണ് ഇവിടെ. അമ്മ മാതാവ് കൂടെ ഉള്ള അനുഭവമാണ്. ഇന്നും ഈ നിമിഷവും അമ്മ മാതാവ് കൂടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അമ്മയുടെ സ്വന്തം സ്ഥലമാണ് ഇത്. അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയിട്ടില്ല, ഇവിടെ അഡ്വർടൈസൊന്നും ചെയ്തിട്ടില്ല. ഈ കൂട്ടമൊക്കെ എനിക്ക് ഇത് 15 കൊല്ലം മുമ്പേ ആ ഒരു ബോധ്യം ഉണ്ടായി. അമ്മ മാതാവ് വിളിച്ചുകൊണ്ട് വന്ന, എന്നെ വിളിച്ചുകൊണ്ട് വന്നെങ്കിലും നിങ്ങൾ ഓരോരുത്തരെയും അമ്മ തന്നെ അമ്മയുടെ സ്ഥലത്തേക്ക് വിളിച്ചുകൊണ്ട് വന്നിരിക്കുക. അതെന്താ കാര്യമെന്ന് വെച്ചാൽ അമ്മയുടെ സ്നേഹം പങ്കുവയ്ക്കാനാണ്. പ്രൈസ് ദി ലോർഡ്. അമ്മയുടെ അനുഭവം പങ്കുവയ്ക്കാനാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ ഒരു ബോധ്യത്തിലിരിക്കണം. എന്നോട് ഏറ്റവും കരുതലും കരുണയുമുള്ള ദൈവത്തിൻ്റെ മുമ്പിലായി ഞാൻ ഇരിക്കുന്നത്. എന്നെക്കാളും കൂടുതൽ എൻ്റെ വിഷമവും ബുദ്ധിമുട്ടും അറിയുന്ന ദൈവത്തിൻ്റെ മുമ്പിലായി ഞാൻ ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇത് അമ്മ മാതാവ് പലപ്പോഴും കാനയിലെ കല്യാണ വീട്ടിൽ അമ്മ പറഞ്ഞത്, അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോഴത്തേക്കും അമ്മ ഒരു ഫോർമുല മാത്രമേ അപ്ലൈ ചെയ്തുള്ളൂ, അവൻ പറയുന്നത് ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് അറിയാമായിരുന്നു, യോഹന്നാൻ 15:7 ഈശോ വാഗ്ദാനം കൊടുത്തിരിക്കുക. അവിടെ വാഗ്ദാനമുണ്ട്, എൻ്റെ വചനം പാലിക്കുമ്പോൾ നീ എന്ത് ചോദിച്ചാലും അത് ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ വചനം പാലിക്കുമ്പോൾ നീ എന്ത് ചോദിച്ചാലും നിനക്ക് ലഭിച്ചിരിക്കും. എന്ത് ചോദിച്ചാലും, എന്തും. പക്ഷെ നീ വചനം പാലിച്ചിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അത് തന്നെ അമ്മ അന്ന് പറഞ്ഞത്. അവൻ പറയുന്നത്, അവൻ്റെ വചനം പാലിക്കുക, അവൻ പറഞ്ഞത് എന്താണോ അത് ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ആ ഒരു തീരുമാനം അമ്മ എടുത്താൽ മതി. ഞാൻ ഇന്ന് തൊട്ട് ഒന്ന് ശ്രമിക്കാം, വചനം പാലിക്കാൻ അങ്ങോട്ട് ശ്രമിക്കാമെന്ന് വെച്ചു. പ്രൈസ് ദി ലോർഡ്. അത് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് തന്നെ പോകണം. ഇല്ലാതെ ഈ സൈക്കിൾ ഓടിക്കുന്ന പോലെയാണ്. ആദ്യം ഓടിച്ച് പഠിക്കുമ്പോഴത്തേക്ക് ആദ്യം വീണ് കഴിഞ്ഞാൽ അയ്യോ ഇനി പരിക്കേക്കും, ഇത് വലിയ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും സൈക്കിൾ ഓടിക്കില്ല. പിന്നെയും ട്രൈ ചെയ്യണം. അതിന് മരുന്ന് വെച്ചിട്ട് പിന്നെയും ട്രൈ ചെയ്യണം. പിന്നെയും വീഴും, പിന്നെയും എടുത്തിട്ട് ഓടിക്കണം. ഈ വചനം വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ വചനം പാലിക്കാൻ പോകുമ്പോഴത്തേക്കും പാവം ചെയ്തു പോകണമെന്ന് പറഞ്ഞാൽ പിന്നെ ഒരിക്കലും ഞമ്മ അങ്ങനെയാണ് വിശ്വാസത്തെ വിട്ട് പോകുന്നത്. വിശ്വാസത്തെ വിട്ട് ഞമ്മ പോകും. അപ്പോൾ വചനം പാലിക്കാമെന്ന് പറഞ്ഞാൽ അതൊരു പ്രാക്ടീസ് ചെയ്യണം. 1-ാം ക്ലാസ് തൊട്ട് 10-ാം ക്ലാസ് പിന്നെ കോളേജ് ഇങ്ങനെ പോവുകയല്ലേ. ABCD തൊട്ട് ഞമ്മ പ്രാക്ടീസ് ചെയ്യണം. ചെറിയ ചെറിയ കാര്യങ്ങൾ ഞമ്മ പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. പ്രൈസ് ദി ലോർഡ്. പരിശീലിക്കണം. ദിവസവും കാലത്തെ എണിച്ച് ഇന്ന് നിങ്ങൾ ഒരു കൊന്ത ചൊല്ലിയിട്ട് നിങ്ങൾ പരിശോധിച്ച് നോക്കുക, ഇന്ന് ഞാൻ എന്തൊക്കെ കാര്യമാണ് വചനത്തിനെതിരായിട്ട് ഇന്നലെ ഞാൻ ചെയ്തത്. അതിനെല്ലാം ഞാൻ ഒന്ന് തിരുത്താൻ ശ്രമിക്കാം. പ്രൈസ് ദി ലോർഡ്. ആരുടെ അടുത്തെങ്കിലും നുണ പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും ശപിച്ചിട്ടുണ്ടോ? അച്ഛനമ്മമാരോട് ദേഷ്യത്തിൽ സംസാരിച്ചിട്ടുണ്ടോ? അതേപോലെ വല്ലവരെ കുറച്ച് കുറ്റം പറഞ്ഞിട്ടുണ്ടോ? ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കാതിരുന്നിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതൊക്കെ ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് അതിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്ന് ഞാൻ നുണ പറയില്ല. എന്ത് സാഹചര്യം വന്നാലും എന്തൊക്കെ വന്നാലും നുണ പറയില്ല. നുണ പറയേണ്ട സാഹചര്യങ്ങളൊക്കെ കുറേ ദൈവം അങ്ങോട്ട് തരും. ദൈവം പഠിപ്പിക്കാൻ വലിയ മിടുക്കരാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്ക് ഇന്നലെ ഒരു 5-8 നുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ കുറേ നുണ പറയാറുണ്ട്. നമുക്ക് വിചാരിച്ച് നോക്കും ഞാൻ എന്താ നുണ പറയണമെന്ന്. നമ്മൾ ഒരു ലൈൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ലൈൻ തികച്ച് പറഞ്ഞാൽ അതിൽ നുണയുണ്ടാവും. ആരെങ്കിലും ഫോണിൽ വിളിച്ച് ചോദിക്കുക നീ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന്. നമ്മൾ ചിലപ്പോൾ അവിടെ വെറുതെ ഇരുന്ന് TV കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. നമ്മൾ വെറുതെ പറയും ഞാൻ ഇതിപ്പോൾ വലിയ ബിസിയായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുക, എന്തെങ്കിലുമൊക്കെ. അത് അങ്ങനെ പരിശീലിച്ചിരിക്കുക നുണ പറയാൻ വേണ്ടിയിട്ട്. നീ എവിടെ പോയാന്ന് വെച്ചാൽ വേറെ മാറ്റി പറയുക. ആ പറഞ്ഞ സ്ഥലം പറഞ്ഞാലും ഒരു കുഴപ്പമില്ല, പക്ഷേ മാറ്റി പറയും.
അതുപോലെ നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ, ഇല്ല എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ നിനക്ക് വിശക്കുണ്ടെന്ന് ചോദിച്ചാൽ ആദ്യം പറയും ഇല്ലെന്ന് പറയും, പക്ഷെ വിശക്കുണ്ടാവും. അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യത്തിലൊക്കെ നുണ പറയും. പിന്നെ മറ്റുള്ളവരുടെ കുറ്റം കേൾക്കാൻ വലിയ ചിലവരുണ്ട്. ഇതൊക്കെ സാത്താൻ ഇങ്ങനെ അടിമപ്പെടുത്തി വെച്ചിരിക്കുക. ഇങ്ങനെ കുറ്റം കേൾക്കാൻ വേണ്ടിയിട്ട് തന്നെ ഫോൺ ചെയ്യും, എന്തൊക്കെയുണ്ട് വിശേഷം, അവരുടെ കാര്യം എന്തായി ഏതായി. എന്നിട്ട് അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മളറിയാതെ അവരെക്കുറിച്ച് ഒരു കുറ്റം നമ്മൾ പറഞ്ഞു പോകും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെറിയ ചെറിയ കാര്യം അങ്ങോട്ട് പരിശീലിക്കുക. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഇത് വലിയ കാര്യം വരുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. വചനം പാലിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അത് ചിലപ്പോൾ പലവരും കൗൺസിലിംഗിൽ നിന്ന് വന്നിട്ട് എന്നോട് പറയാറുണ്ട്, വാട്സപ്പിൽ എൻ്റെ ഭർത്താവിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ വേറൊരു പെണ്ണ് വല്ലാതെ മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട്, ഇങ്ങേരും അങ്ങോട്ട് അയക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ ജീവിതം പോയി, അങ്ങേരെ ഇനി എനിക്ക് അംഗീകരിക്കാൻ പറ്റണില്ല, ഞാൻ എന്ത് ചെയ്യണം? പ്രൈസ് ദി ലോർഡ്. അവിടെ ഈശോ പറയുക, നീ ക്ഷമിക്കാമെന്നാണ് പറയുക, ഭർത്താവിനോട് ക്ഷമിക്കുക. പക്ഷേ അമ്മ മാതാവും പറയുക, അവൻ പറയണത് പാലിക്കുക, അവൻ പറയണത് ചെയ്യുക. പക്ഷേ ഇവിടെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ വീടിൻ്റെ അതിർത്തി ബൗണ്ടറി ഉണ്ട്, നിങ്ങൾ അവിടെ വേലി കെട്ടി വെച്ചിരിക്കുക. ഒരു രാത്രി നോക്കുമ്പോഴത്തേക്കും അടുത്ത ദിവസം കാലത്തെ നോക്കുമ്പോഴത്തേക്കും അവൻ അപ്പുറത്തൊരു 2 അടി ഇങ്ങോട്ട് അയൽക്കാരനെ എടുത്ത് ഇങ്ങോട്ടിട്ട്. ഈശോ പറയുക, നീ വിട്ടുകൊടുക്കുക. ആരെങ്കിലും നിന്നോട് 1 മൈൽ നടക്കാൻ പറഞ്ഞാൽ നീ 2 മൈൽ അങ്ങോട്ട് നടക്കുക. നിൻ്റെ വസ്ത്രം ചോദിച്ചാൽ നീ മൊത്തത്തിൽ അങ്ങോട്ട് കൊടുക്കുക. അതാ ഈശോ പറയുക. നിൻ്റെ മുകളിലത്തെ സോള് ചോദിച്ചു കഴിഞ്ഞാൽ നീ വസ്ത്രവും കൂടി ചേർത്ത് കൊടുക്കാമെന്നാണ് ഈശോ പറയുക. അപ്പോൾ 2 അടി ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയൊരു 2 എണ്ണം കൂടി എടുത്തോന്നാണ് പറയേണ്ടത്. വചനം അങ്ങനെയാണ് പറയണത്. പക്ഷേ അവൻ പറയുന്നത് ചെയ്യുക. ചെയ്യാൻ പറ്റുമോ? ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ചെയ്യാൻ പറ്റുമോ? പിന്നെ കേസായി, പ്രശ്നമായി, വഴക്കായി, വലിയ പ്രശ്നമാണ്. ഭർത്താവ് മദ്യപിച്ച് വന്ന് ഭർത്താവിനോട് കുറേ വാക്ക് ഒക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ആദ്യത്തെ ദിവസമൊക്കെ ധ്യാനമൊക്കെ കൂടി ഭർത്താവിനോട് പറഞ്ഞ്, ഞാൻ ധ്യാനമൊക്കെ കൂടിയിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇന്നേ തൊട്ട് ഞാൻ മദ്യപിക്കില്ല. ഇവിടെ ഞാൻ കൃപാസനത്തിലെ ഉപ്പൊക്കെ ഞമ്മ വെഞ്ചരിച്ച് കൊടുത്ത് അടുത്ത ദിവസം നോക്കുമ്പോഴത്തേക്കും ഭർത്താവ് വൈകുന്നേരം മദ്യപിച്ച ഭർത്താവ് കാലത്തോട്ട് അങ്ങോട്ട് മദ്യപിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഈശോ പറയുക, എന്നിട്ട് അത് മദ്യപിച്ചത് മാത്രമല്ല, വീട്ടിൽ വന്നിട്ട് ചീത്ത വിളി, റൂട്ടിൽ ഇരുന്നുകൊണ്ട് ചീത്ത വിളിയാണ് നിങ്ങൾ. പ്രൈസ് ദി ലോർഡ്. അപമാനിക്കുക, അയൽക്കാരൊക്കെ കാണുക. പ്രൈസ് ദി ലോർഡ്. ഈശോ പറയുക, നിന്നെ ദ്രോഹിക്കണവരെ നീ അനുഗ്രഹിക്കുക, ശപിക്കരുത്, ക്ഷമിക്കുക. പ്രൈസ് ദി ലോർഡ്. അവൻ പറയുന്നത് ചെയ്യുക. ബുദ്ധിമുട്ടാണോ? ക്ഷമിക്കാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതിലൊരു ചെറിയ ടെക്നിക്കുണ്ട്. എങ്ങനെയാണ് വചനം പാലിക്കുക? വചനം പാലിക്കേണ്ടത് ടെക്നിക്ക് ഈശോ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈശോ പറയുകയാണ്, യോഹന്നാൻ 14:23 എൻ്റെ വചനം പാലിക്കുന്നവർ എന്നെ സ്നേഹിക്കും. പ്രൈസ് ദി ലോർഡ്. അതങ്ങോട്ട് തിരിച്ചിടുക. അപ്പോൾ വചനം പാലിക്കണമെന്നുണ്ടെങ്കിൽ ഈശോനെ സ്നേഹിച്ചാൽ മാത്രം മതി. പ്രൈസ് ദി ലോർഡ്. ഈശോനെ നമ്മൾ സ്നേഹിച്ച് കഴിയുമ്പോൾ, സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ പതുക്കെ നമുക്ക് വചനം പാലിക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. വചനം പാലിക്കാൻ പറ്റും, ക്ഷമിക്കാൻ പറ്റും, മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റും, ശപിക്കുന്നവരെ അനുഗ്രഹിക്കാൻ പറ്റും. പതുക്കെ നിങ്ങൾ മാറും. ഈശോയിൽ ചേർന്ന് നിൽക്കുമ്പോഴത്തേക്ക് നിങ്ങളിലും വ്യത്യാസം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളറിയാതെ നിങ്ങളിലേക്ക് വ്യത്യാസം ഉണ്ടാകും. നമ്മളെ ഈ കാന്തം മാഗ്നറ്റ് കണ്ടിട്ടില്ല? മാഗ്നറ്റിൽ തുരുമ്പ് പിടിച്ച് എന്തെങ്കിലും ആണി കൊണ്ടുപോയി അതിൽ വെച്ച് കഴിഞ്ഞാൽ ഒന്നിനും കൊള്ളില്ല ആണി. കുറേ ദിവസം ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ആണിക്കും ആ കാന്തത്തിൻ്റെ ആ പവർ, ആ ശക്തി കിട്ടും. അതിനും കുറച്ച് കഴിഞ്ഞാൽ ആണി എടുത്ത് വയ്ക്കുമ്പോഴത്തേക്ക് അതും വലിക്കാൻ തുടങ്ങും. വേറെ ആണിയെ കാണിച്ച് കഴിയുമ്പോൾ ഇതും കാന്തമായിട്ട് മാറും. പ്രൈസ് ദി ലോർഡ്. ഈശോനെ സ്നേഹിക്കുക. പ്രൈസ് ദി ലോർഡ്. ഈശോനെ എങ്ങനെയാണ് സ്നേഹിക്കുക? അതെങ്ങനെയാണ്? നമ്മളെല്ലാവരും കൂടി വളരെ സിമ്പിളാണ്.
നമുക്ക് വചനം പാലിക്കണം, നമ്മളിലേക്ക് വ്യത്യാസം വരണം. നമ്മൾ കുറേ ശ്രമിച്ചിട്ട് നമുക്ക് സാധിക്കുന്നില്ല, വചനം പാലിക്കാൻ സാധിക്കുന്നില്ല. അതാണ് ബുദ്ധിമുട്ട്. വചനം പാലിച്ചു കഴിഞ്ഞാൽ യോഹന്നാൻ 15:7 നീ എന്ത് ചോദിച്ചാലും നിനക്ക് കിട്ടും. നിനക്ക് നിൻ്റെ പ്രശ്നങ്ങൾക്ക് എല്ലാത്തിനും അവസാനം അവിടെ അവസാനം, പ്രശ്നത്തിന് എല്ലാത്തിനും ഉത്തരം അവിടെയാണ്. നീ വചനം പാലിക്കണം. പ്രൈസ് ദി ലോർഡ്. ക്ഷമിക്കാൻ പറ്റില്ല. എത്രയോ പേർക്ക് കുറേ പ്രാവശ്യം ക്ഷമിക്കാമെന്ന് വെച്ചിട്ട് പോവും. അയൽക്കാരോടായിരിക്കാം, അല്ലെങ്കിൽ സ്വന്തക്കാരോടായിരിക്കാം. ക്ഷമിക്കാമെന്ന് പറഞ്ഞ് ഫോൺ എടുത്തിട്ട് ക്ഷമ ചോദിക്കാമെന്ന് പറഞ്ഞാൽ ആദ്യം ഫോൺ എടുക്കുമ്പോഴത്തേക്കും തീരുമാനമൊക്കെ എടുക്കും, ഇന്ന് ക്ഷമിക്കണം. അവരോട് പറഞ്ഞ് ഒരു ഫോൺ എടുത്ത് സംസാരിക്കാൻ പോകുന്നത് ക്ഷമിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഫോൺ എടുത്ത് അങ്ങോട്ട് വിളിക്കുമ്പോൾ ഹലോ എന്ന് പറയുമ്പോൾ അപ്പുറത്തിരുന്ന് ആരോടാ ക്ഷമ ചോദിക്കണം, അപ്പുറത്തിരുന്ന് അയാൾ അങ്ങോട്ട് പറയുക, നിനക്ക് നാണമില്ലേ പിന്നെ എന്നെ ഇങ്ങോട്ട് വിളിക്കാൻ, വാക്ക് ഇങ്ങോട്ട് വയ്ക്കുക. പ്രൈസ് ദി ലോർഡ്. ഇത് ഞാൻ 4 പേരോട് പറഞ്ഞതിനെ മാറ്റിക്കട്ടെ, ഇത് ഞാൻ റെക്കോർഡ് ചെയ്ത് വെക്കുക. നിനക്ക് നാണമില്ലാതെ പിന്നെയും പിന്നെ എന്നെ എങ്ങനെയാണ് വിളിക്കണമെന്ന് ഞമ്മ ആരോടാ ക്ഷമ ചോദിക്കണം അവിടെ നിന്ന് ഇങ്ങോട്ട് വയ്ക്കുക. അപ്പോഴത്തേക്ക് ക്ഷമ ചോദിക്കാൻ പറഞ്ഞവനെ ഞമ്മ ക്ഷമയാണ് പറയാൻ പോയത്. അതിൻ്റെ നേരത്തെ എന്തിനാണ് ക്ഷമ പറയണത്? 2 ചീത്ത വിളിച്ചിട്ടുണ്ട്. പക്ഷെ ക്ഷമ ചോദിക്കാൻ ഫോൺ എടുത്ത് കഴിഞ്ഞ് അയാളുടെ ഇരുന്ന് ഈ വാക്ക് കേൾക്കുമ്പോഴത്തേക്ക് ആദ്യം 2 ഭാവമേ ഉള്ളൂ കേട്ടോ. ഒരു 10-20 എണ്ണം നിരത്തി അങ്ങോട്ട് പറഞ്ഞിട്ട് ഇനി സമാധാനം എന്ന് പറഞ്ഞ് അങ്ങോട്ട് വെച്ച്, അപ്പോൾ ഒരു 20 ചീത്തയും വിളിച്ച് നേരത്തെ 2 22. ഇതാണ് ആൾക്കാർ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്ലീസ് ദി ലോർഡ്. അപ്പോൾ ക്ഷമ പറയാമെന്ന് പറഞ്ഞാൽ അത് അത്രയ്ക്കും അതിന് കൃപ തന്നെ വേണം. പ്രൈസ് ദി ലോർഡ്. വചനം പാലിക്കാമെന്ന് പറഞ്ഞാൽ അതിന് കൃപ തന്നെ വേണം. അപ്പോൾ അവൻ പറയുന്നത് ചെയ്യുക. അവൻ പറഞ്ഞത് നീ നിബന്ധനയില്ലാതെ അൺകണ്ടീഷണലായിട്ട് ക്ഷമിക്കാനാണ്. പക്ഷെ അത് സാധിക്കണം. അത് സാധിക്കണമെന്നുണ്ടെങ്കിൽ ഈശോനെ സ്നേഹിക്കാൻ പഠിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈശോനെ എങ്ങനെയാണ് സ്നേഹിക്കുക? ഒരാളെ എങ്ങനെയാണ് സ്നേഹിക്കുക? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആരെങ്കിലും ഒരാൾ പറയാമോ? ഇവിടെ ഫ്രണ്ടിൽ ഇരുന്ന ആരെങ്കിലും എങ്ങനെയാണ് സ്നേഹിക്കുക? എങ്ങനെ സ്നേഹിക്കാൻ പറ്റുമോ? എങ്ങനെയാണ് സ്നേഹിക്കുക? പ്രൈസ് ദി ലോർഡ്. എങ്ങനെ? പൂർണ്ണാത്മാവ് എങ്ങനെയാണ് ഒന്ന് കാണിച്ചു തരാമോ? പൂർണ്ണാത്മാവോട് എങ്ങനെയാണ് നമുക്ക് സ്നേഹിക്കുക? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു ആങ്കൊച്ച് ഒരു പെങ്കൊച്ചിനെ എങ്ങനെയാണ് സ്നേഹിക്കുക? സാധാരണ ആരോടും നമുക്ക് സ്നേഹം തോന്നുമോ? അവർക്ക് 1-ാം സ്ഥാനം അമ്മ കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ഏത് കൂട്ടത്തിലും എത്ര പരിചയക്കാരുണ്ടെങ്കിലും നമുക്ക് സ്നേഹമുള്ളവരുടെ അടുത്ത് അമ്മ പോയി നിൽക്കും. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ഒരു പെങ്കൊച്ചോ ആങ്കൊച്ചോ ലവ് ലെറ്റർ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ സ്നേഹിക്കാനല്ല പഠിപ്പിക്കുക. പക്ഷേ ഞാൻ പറയുക, ആ ലെറ്റർ കുറേ പ്രാവശ്യം അങ്ങോട്ട് വായിക്കും. അത് മനസ്സിലായാലും ഇല്ലെങ്കിലും അത് കുറേ പ്രാവശ്യം വായിച്ചുകൊണ്ടിരിക്കും. അവർ ചെയ്യുന്ന എല്ലാം ഇഷ്ടപ്പെടും അങ്ങോട്ട്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അവർക്ക് വേണ്ടി സഹിക്കും. സ്നേഹം എന്ന് പറഞ്ഞാൽ സഹനമാണ്. അവർക്ക് വേണ്ടി സഹിക്കുന്നതിൽ സന്തോഷം തോന്നിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ കാര്യമാണ് 1-ാം സ്ഥാനം ദൈവത്തിന് കൊടുക്കുക. എപ്പോഴും കാണണമെന്നൊരു വിചാരം ഉണ്ടാകുക. അപ്പോൾ ദൈവമായിട്ട് അടുക്കും. എപ്പോഴും കാണണം, എപ്പോഴും കാണണം, എപ്പോഴും കാണണം. അത് സക്കേയൂസ് ഉണ്ടായിരുന്നില്ല. സക്കേയൂസ് ലൂക്ക 19-ാം അധ്യായത്തിൽ നോക്കുമ്പോൾ അറിയാൻ പറ്റും. വീട്ടിൽ പോയി വായിക്കണം. എപ്പോഴും ഒരു ബുക്ക് വയ്ക്കണം കേട്ടോ. വചനം കേൾക്കുമ്പോൾ ഒരു ചെറിയ ബുക്ക് വെച്ച് അതൊക്കെ എഴുതിയെടുക്കണം. ആ പോയിൻറ്റ്സ് മാത്രം എഴുതിയെടുക്കണം. സക്കേയൂസ് ഈ സക്കേയൂസിനുള്ള പ്രശ്നം എന്തായിരുന്നെന്ന് വെച്ചാൽ അവിടെ നല്ല കൂട്ടമായിരുന്നു. ഈശോ ജെറിക്കോ കൂടി ജെറുസലേമിലേക്ക് നടന്നു പോവുകയാണ്. നല്ല കൂട്ടമാണ്. പക്ഷെ സക്കേയൂസിന് ഈശോനെ കാണണമെന്നൊരു ദാഹം ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഈശോനെ കാണണം. അവിടെ കുറേ പേരുണ്ടായിരുന്നു, കൂട്ടത്തിൽ കുറേ പേരുണ്ടായിരുന്നു. അവർക്ക് ഈശോനെ കാണണമായിരുന്നു. പക്ഷെ അവർക്കൊക്കെ ഈശോനെ കാണണം എന്നുള്ളത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ അവർക്ക് കാര്യം കാണാൻ വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും സൗഖ്യം കിട്ടാനോ അതുപോലത്തെ കാര്യം കാണാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ കണ്ണ് കാണാനോ അല്ലെങ്കിൽ അസുഖം മാറാനോ ആ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈശോനെ കാണാൻ പലരും വെയിറ്റ് ചെയ്ത്. പക്ഷെ സക്കേയൂസിന് ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. വെറുതെ എനിക്കൊന്ന് ഈശോനെ കാണണം, ഈശോനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, ഒന്ന് കാണണം, ദാഹം. പക്ഷെ ആ കൂട്ടത്തിൽ വെച്ച് ഈശോ തിരിച്ചറിഞ്ഞത് സക്കേയൂസിനെ മാത്രമേ പേര് വിളിച്ചുള്ളൂ. പ്രൈസ് ദി ലോർഡ്.
ഈശോ പേര് വിളിച്ചത് ആരെയാണ്? സക്കിയോസിനെ മാത്രമാണ്. അത്രയും കൂട്ടത്തിൽ കുറേ പേരുണ്ടായിരുന്നു, നല്ല തിരക്കായിരുന്നു അവിടെ ഈശോനെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരാളെയും വിളിച്ചില്ല. അവർക്കൊക്കെ ഓരോ ആവശ്യങ്ങളായിരുന്നു. പക്ഷെ സക്കിയോസിനെ വെറുതെ ഒന്ന് കാണണം, എനിക്ക് ഈശോ എങ്ങനെയാണ്, നേരെ കുറേ കേട്ടിട്ടുണ്ട്, അങ്ങനെ ഒന്ന് കാണണം, അത്രേ ഉള്ളൂ. പ്രൈസ് ലോർഡ്. അങ്ങനെ ആ ഒരു ദാഹം നമുക്ക് മതി, ആദ്യം ആ ഒരു ദാഹം മതി. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ഒരു ചെറിയ അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈശോ ആയിട്ട് എങ്ങനെ അടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇതെന്താ കാര്യം എന്ന് വെച്ചാൽ, ഈ ദാഹം വലിയ കാര്യമാണ്. ദൈവത്തിനെ കാണണം, ദൈവത്തിൻ്റെ അടുത്തിരിക്കണം, ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കണം. അതൊക്കെ തുടങ്ങുന്ന ഒന്നാം സ്ഥാനം കൊടുക്കാൻ പലർക്കും അറിയില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണണം, ഈശോയുടെ അടുത്തിരിക്കുക. അത് എനിക്ക് ഒരു 2000 എനിക്ക് ഈശോനെ അമ്മ മാതാവിനെ കുറേ കൊല്ലമായിട്ട് അറിയാം, ചെറുപ്പം തൊട്ടേ അറിയാം. ഈശോനെ അത് കഴിഞ്ഞിട്ടാണ്. പക്ഷേ എനിക്ക് അമ്മയോടായിരുന്നു അറ്റാച്ച്മെൻറ്റ്. അപ്പോൾ ഇവിടെ ഞാൻ 2003 കൃപാസനത്തേക്ക് വന്നത്. കൃപാസനത്തേക്ക് വന്നപ്പോൾ അച്ഛനാണ് എനിക്ക് ആദ്യമായിട്ട് ഒരു പാംഫ്ലെറ്റൊക്കെ തന്ന്. അന്ന് പ്രാർത്ഥനയൊന്നും അറിയില്ല, പക്ഷേ ഒരു ചെറിയ ബൈബിള്, ഒരു പച്ച കവറിട്ട ബൈബിള് എപ്പോഴും എൻ്റെ കയ്യിലുണ്ടാവും. ഞാനത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് തന്ന ചെറിയ ബൈബിള്, അത് വെച്ചിട്ട് വചനം മാത്രം വായിക്കുക, അത് മതി. ദൈവമായിട്ട് അടുക്കാൻ നമുക്ക് വിശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് വചനം വായിച്ചാൽ മതി. എപ്പോഴും അതൊന്ന് ശീലിക്കുക. നിങ്ങൾ ചെറിയ കാര്യം തൊട്ട് തുടങ്ങിയാൽ മതി. വലിയ കാര്യത്തിലേക്കൊന്നും പോണതിന് മുമ്പ് ചെറിയ കാര്യം ദിവസവും ഒരു തീരുമാനിക്കുക. ബ്രഷ് ചെയ്യണ പോലെ, കുളിക്കുന്ന പോലെ ബൈബിൾ വായിക്കണം. പ്രൈസ് ലോർഡ്. അത് ബേസിക്കാണ്. ബൈബിൾ വായിക്കണം, ബൈബിൾ ഉണ്ടാകണം. നമ്മൾ എവിടെ പോയാലും നമ്മളെ കയ്യെത്തുന്ന സ്ഥലത്ത് ബൈബിൾ ഉണ്ടാകണം. ചെറിയ ബൈബിൾ ഉണ്ടെങ്കിൽ പോക്കറ്റിൽ വെക്കുക, ബാഗിൽ വെക്കുക. വലുതാണെങ്കിൽ വെച്ചാൽ അത്രയും നല്ലത്. പ്രൈസ് ലോർഡ്. അപ്പോൾ ബൈബിള് വായിക്കുമായിരുന്നു, പക്ഷെ പ്രാർത്ഥന അറിയില്ല. ദൈവമായിട്ട് അടുത്ത കാര്യം അതാ. അടുക്കുന്നത് ഇവിടെ വന്നപ്പോൾ അച്ഛൻ അങ്ങനെ എനിക്ക് പാംഫ്ലെറ്റ് തന്ന് പിന്നെ പലപ്പോഴും ഇങ്ങനെ ക്ലാസ്സിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുമെന്ന്. എനിക്ക് എവിടെയെങ്കിലും വചനം പറഞ്ഞാൽ ഈ ബൈബിൾ വായിച്ചുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ വിശ്വാസം നമുക്ക് വർദ്ധിക്കും. അത് റോമ 10:17 വചനം കേൾക്കുമ്പോൾ നിനക്ക് വിശ്വാസം ഉണ്ടാകും. നിനക്ക് വിശ്വാസം കുറഞ്ഞ്, ദൈവത്തോട് വിശ്വാസം കുറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റണില്ല, വെറുതെ എടുത്ത് ബൈബിൾ വായിക്കുക. പ്രൈസ് ലോർഡ്. വലിയ ക്ഷീണം തോന്നിക്കുമ്പോൾ നിങ്ങൾ നോക്കുക, വലിയ ക്ഷീണം ഉള്ളപ്പോൾ കുറച്ച് നടന്നാൽ മതി. നമുക്ക് തീരെ നടക്കാൻ പറ്റില്ലെന്ന് വിചാരിക്കുമ്പോഴാണ് നല്ല ക്ഷീണമായിരിക്കും. കാലത്തെ എണീക്കുമ്പോഴത്തേക്കും ഒരു 4 മണി 5 മണി എണീച്ചിട്ട് നടക്കാൻ, ജോഗിങ് പോകാൻ ഇറങ്ങുമ്പോഴത്തേക്കും എണീക്കാൻ തോന്നില്ല. എണീക്കാനേ പറ്റില്ല, ഇരിക്കാൻ പറ്റില്ല, പിന്നെ എങ്ങനെ നടക്കാൻ പറ്റുമെന്ന്. പ്രൈസ് ലോർഡ്. പക്ഷേ ഒരു എണിച്ച് എങ്ങനെയെങ്കിലും ബുദ്ധിമുട്ട് എണിച്ച് നല്ല ക്ഷീണമായിരിക്കും, കാലൊക്കെ വേദനയായിരിക്കും. ഒരു 100 മീറ്റർ നടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഊർജ്ജമുണ്ടാവും, പിന്നെ നമുക്ക് പവർ കിട്ടും, പിന്നെ നമ്മൾ നടക്കാൻ തുടങ്ങും, സ്പീഡായിട്ട് നടക്കാൻ തുടങ്ങും. പ്രൈസ് ലോർഡ്. തീരെ വിശ്വാസം ഇല്ല, നമുക്ക് വിശ്വാസം കുറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റണില്ല എന്ന് പറയുമ്പോൾ ബൈബിൾ എടുത്ത് വെച്ചിട്ട് മനസ്സിലായാലും ഇല്ലെങ്കിലും അങ്ങോട്ട് വായിക്കാൻ തുടങ്ങും. കുറേ നിങ്ങൾ വായിച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തന്നെ ഒരു വിശ്വാസം ഉണ്ടാകും, ദൈവത്തോട് സ്നേഹം കൂടും. പ്രൈസ് ലോർഡ്. അപ്പോൾ ഞാനിത് ഇവിടെ വന്ന അച്ഛൻ അപ്പോഴാണ് എനിക്ക് ഈ കൊന്ത ചൊല്ലുന്നതൊക്കെ പഠിപ്പിച്ച് തരുന്നത്. അപ്പോൾ ഒരു ക്ലാസ്സിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈശോനെ കുറിച്ച് പറയണ്ടായി, കുർബാനയെക്കുറിച്ച്, അപ്പത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുകയുണ്ടായി. ഈശോ ഏറ്റവും അടുത്ത് നമ്മളെ ഇരിക്കുന്നത് അപ്പമായിട്ട് എല്ലാ ദിവസവും കുർബാനയ്ക്ക് നമ്മളുടെ കൂടെ ഇരിക്കുക, നമ്മളുടെ കൂടെ ചേർന്നത്, നമ്മളെ ശരീരത്തിൽ ഒന്നായി ചേരുന്നത് അപ്പം വഴിയാണെന്ന് എനിക്ക് അച്ഛൻ്റെ ക്ലാസ്സിൽ ഇരുന്ന് എനിക്കന്ന് മനസ്സിലായി. പ്രൈസ് ലോർഡ്. അതിനു മുമ്പേ എനിക്ക് ഈ കാത്തലിക്കും അറിയില്ല, പ്രൊട്ടസ്റ്റൻ്റ് അറിയില്ല, CSI ഒന്നും അറിയില്ല. ഇവിടെ വന്ന എനിക്ക് അമ്മ മാതാവിനെ അറിയാം, അമ്മ മാതാവായിട്ട് ബന്ധമുണ്ട്, അമ്മയാ. പ്രൈസ് ലോർഡ്. പക്ഷേ ഇവിടെ വന്ന ഈ കുർബാനയെക്കുറിച്ചൊക്കെ ഞാൻ പഠിച്ചത്. അപ്പോൾ അപ്പോഴത്തേക്ക് അങ്ങ് കോയമ്പത്തൂർ ഇരുന്നാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. 2005-6 ഞങ്ങൾ കോയമ്പത്തൂർ ഷിഫ്റ്റ് ചെയ്ത്. അതിനു മുമ്പ് കൊച്ചിയിലായിരുന്നു. പ്രൈസ് ലോർഡ്. അപ്പോൾ ഞാനെന്ത് ചെയ്ത്, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു പള്ളിയുണ്ട്. വീടിൻ്റെ അടുത്തെന്ന് പറഞ്ഞാൽ ഒരു 2-2.5 കിലോമീറ്റർ ഉണ്ട്. സെൻറ്റ് ആൻറ്റണീസിൻ്റെ പള്ളിയുണ്ട്. അവിടെ കുർബാന ഞാൻ പോയി അന്വേഷിച്ചപ്പോഴത്തേക്കും കാലത്ത് 6 മണിക്കാണ്. ഞാൻ അന്ന് തൊട്ട് ദിവസവും 6 മണിക്ക് കുർബാനയ്ക്ക് പോയി ഏറ്റവും ഫ്രണ്ടിലിരിക്കും. ഫ്രണ്ടിലിരുന്നിട്ട്
അപ്പോൾ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ജ്ഞാനസ്ഥാനം എടുക്കാതെ ഞങ്ങൾ ഹൈന്ദവരാണ്, അന്ന് ഹൈന്ദവരാണ്. പ്രീസ് ദി ലോർഡ്. 2012 ജ്ഞാനസ്ഥാനം എടുത്തത്. പ്രീസ് ദി ലോർഡ്. അത് പറയാം, ദൈവമായിട്ട് അടുക്കുമ്പോൾ ദൈവം എങ്ങനെ അടുക്കുക, ദൈവം എങ്ങനെ വഴി നടത്തും എന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. പ്രീസ് ദി ലോർഡ്. അപ്പോൾ ദിവസവും കുർബാനയ്ക്ക് തുടങ്ങി. എന്നിട്ട് ഏറ്റവും മുമ്പിൽ വന്ന് ഇരിക്കും. ഏറ്റവും മുമ്പിൽ വന്ന് ഇരുന്നിട്ട് അച്ഛൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഓരോരുത്തർക്ക് നാവിൽ കുർബാനയും കയ്യിലും കൊടുക്കും അവിടെ സെൻറ്റ് ആൻറ്റീസ് പള്ളിയിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ കുർബാന കൊടുക്കുമ്പോഴത്തേക്കും ഞാൻ ഓരോ അപ്പത്തിലേക്ക് നോക്കി ഈശോനെ കാണും. ഈശോനെ കണ്ടിട്ട് ഈശോ എടുത്ത് ഓരോ കാര്യം ഓർമ്മ പിന്നെ കാര്യത്തിനെല്ലാം ചൊല്ലി നന്ദി പറയും. ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളത്, നന്ദി പറയണത് ആ ദൈവത്തിന് ഏറ്റവും ഇഷ്ടം. സങ്കീർത്തനം 50:23 എന്നെ മഹത്വപ്പെടുത്തുന്നത് എനിക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ്. നന്ദി പറഞ്ഞാൽ ദൈവത്തിന് വലിയ ഇഷ്ടമാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ സാഹചര്യത്തിലും ദൈവത്തോട് നന്ദി പറയുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നന്ദി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കും. എന്നിട്ട് അപ്പോൾ അവിടെ തന്നെ അമ്മയുടെ രൂപമുണ്ട്. എനിക്ക് കൊന്തയെല്ലാം അറിയാം. എല്ലാവരും അപ്പം വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിൽ കൊന്തയും ചൊല്ലിക്കൊണ്ട് അപ്പത്തെ നോക്കി ഇങ്ങനെ ഞാൻ കൊന്ത ചൊല്ലും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് കുറച്ച് ദിവസം ഇങ്ങനെ ഞാൻ അപ്പം വാങ്ങിച്ചപ്പോൾ ഞാൻ അച്ഛനോട് പലപ്പോഴും ഞാൻ വന്ന് ചോദിച്ചിട്ടുണ്ട്, അച്ഛോ എന്താണെന്ന് എൻ്റെ ഫാമിലി എല്ലാം കോയമ്പത്തൂർ, അവരെല്ലാം ഹിന്ദുക്കൾ, അവരുടെ വീട്ടുകാർ അമ്പലം, അത് വലിയ അവരൊന്നും ആലോചിച്ച് പോലും നോക്കില്ല ഇങ്ങനെ ക്രിസ്ത്യനായിട്ട് മാറണമെന്നോ. ജ്ഞാനസ്ഥാനത്തിന് കുറച്ചൊന്നും അറിയില്ല. പക്ഷേ എൻ്റെ ഭാര്യ കുഞ്ഞുങ്ങൾ അവൾക്ക് ഞാൻ കൊന്ത ചൊല്ലാൻ പഠിപ്പിച്ച് ഞങ്ങളെല്ലാം കൊന്ത ചൊല്ലും. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അവരുടെ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ മതം മാറിയാണെന്ന് പറഞ്ഞാൽ അതൊന്നും സമ്മതിക്കില്ല, ആരും സമ്മതിക്കില്ല. അപ്പോൾ ഞാൻ അച്ഛനോട് വന്ന് ഇങ്ങനെ പതുക്കെ എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ ചോദിക്കും, അച്ഛോ ഞാൻ ജ്ഞാനസ്ഥാനം എടുക്കട്ടെ എന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ അച്ഛൻ എല്ലാവരും കൂടി എടുക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ അത് വീട്ടിൽ പോയി എങ്ങനെ ഭാര്യയോട് പറയുന്നല്ല. അപ്പോൾ അച്ഛൻ എന്ത് പറയണേ, ഞാൻ മാത്രമൊന്ന് അച്ഛൻ പറഞ്ഞാൽ അച്ഛൻ ഞാൻ മാത്രമൊന്ന് പറയാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അച്ഛൻ പറഞ്ഞു ഇപ്പോൾ ആയിട്ടില്ല, സമയമായിട്ടില്ല, ഇവിടെ കൗൺസിലിംഗ് ക്ലാസ് മാത്രം എടുത്താൽ മതി, സമയമായിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അങ്ങനെയാണ് അവിടെ പോയി ഞാൻ ഒരു മാസം അടുപ്പിച്ച് ഈ കുർബാന കൂടിയിട്ട് അപ്പം വാങ്ങിക്കാൻ പറ്റില്ല. പക്ഷെ അപ്പത്തെ നോക്കി നന്ദി പറഞ്ഞ് കൊന്തയും ചൊല്ലും ആ സമയത്ത്. അപ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഈ കുർബാനയുടെ സമയത്ത്. അപ്പോൾ ഒരു സഹോദരി എന്നോട് വന്നിട്ട്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഇതൊക്കെ നല്ല ഓർമ്മയാണ്, എന്നോട് വന്ന് പറഞ്ഞു കുർബാനയുടെ സമയത്ത് കൊന്ത ചൊല്ലരുത് എന്നൊക്കെ എന്നോട് പറഞ്ഞു. ഇങ്ങനെ ബാക്കി വന്നിട്ട് എന്നെ ഒരു ദിവസം തട്ടിയിട്ട് പറഞ്ഞ് കുർബാനയുടെ സമയത്ത് എന്തിനാണ് കൊന്ത ചൊല്ലണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ച് ഞാൻ അവരോടൊന്നും പറഞ്ഞില്ല, ഓക്കെ എന്ന്. പിന്നെ അവർ കാണാതെ കൊന്ത ചൊല്ലും, ഇങ്ങനെ കാണാതെ മറച്ച് വെച്ചുകൊണ്ട് ഇങ്ങനെ കൈ വെച്ചുകൊണ്ട് ഇങ്ങനെ കൊന്തകത്ത് 2 കൈയിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വെച്ചുകൊണ്ട് കൊന്ത ചൊല്ലുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ മനസ്സിൽ പലവരും കുർബാനയുടെ സമയത്ത് കുർബാന വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇവിടെയൊക്കെ നോട്ടമാണ്. അതിനേക്കാളും ബെസ്റ്റല്ലേ കൊന്ത ചൊല്ലുക, സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ഞാനിതിങ്ങനെ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അവിടെ ഞാൻ ഇരിക്കുമ്പോൾ എനിക്ക് അമ്മയോട് ഞാൻ ചോദിച്ചു, അമ്മ മാതാവേ, എനിക്ക് നിന്നെ കുറേ കൊല്ലമായിട്ട് അറിയാം, എത്രയോ കൊല്ലമായിട്ട് നീ എന്നെ സ്നേഹിക്കേണ്ടെന്ന് എനിക്കറിയാം, നിനക്ക് എന്നോട് കരുതലുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് അപ്പം വേണം. പക്ഷെ അതിന് ഇത്രയും ഫോർമാലിറ്റീസ് ഉണ്ടല്ലോ, എനിക്കെന്താ അപ്പം കിട്ടാത്തത് എന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുക. നല്ല ഓർമ്മയുണ്ട്, ഇത് തന്നെ ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ച. അച്ഛൻ അപ്പം കൊടുത്തുകൊണ്ടിരിക്കുക, ഓരോരുത്തർക്ക് ഇങ്ങനെ അപ്പം കൊടുത്തുകൊണ്ടിരിക്കുക, നാവിലും കയ്യിലുമായിട്ട് ഇങ്ങനെ ലൈൻ ആൾക്കാർ നിൽക്കുക, അച്ഛൻ കൊടുത്തുകൊണ്ടിരിക്കുക അവിടെ. ആ സമയത്ത് ഞാൻ മുമ്പിൽ ഇരുന്നുകൊണ്ട് അച്ഛൻ്റെ സൈഡിലാണ് ഇങ്ങനെ ഇരിക്കണം. ഒരപ്പം ഇങ്ങനെ താഴെ വീണ് നോക്കുമ്പോഴത്തേക്കും അച്ഛൻ ആ അപ്പം എടുത്തിട്ട് ആ പ്ലേറ്റിൻ്റെ സൈഡിൽ ഇങ്ങനെ വെച്ച്. പ്രൈസ് ദി ലോർഡ്. അത് ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞപ്പോൾ അച്ഛൻ ടേബിളിൽ വന്നിട്ട് ആ അപ്പം ആ വേറെ ബോക്സിലേക്ക് ഇട്ട്, വേറെ പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഈ വിളമ്പിയ പാത്രത്തിൻ്റെ പൊടിയെല്ലാം കൂടി ഇതിലേക്ക് ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അമ്മ മാതാവ് എനിക്ക് ഓർമ്മിപ്പിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞ്, ഈശോയെ, അപ്പം
താഴെ വീണപ്പോൾ ഇച്ചിരി പൊടി താഴെ പോയിട്ടുണ്ടാവും, എന്തായാലും താഴെയല്ലേ വീണത്. എന്നിട്ട് ഈ പൊടി തട്ടിയപ്പോഴത്തേക്കും ഈ ചെറിയ ചെറിയ കഷ്ണങ്ങൾ, കണ്ണിൽ പോലും കാണാത്ത മൈക്രോസ്കോപ്പിൽ കാണുന്ന പൊടികളൊക്കെ കുറേ നിൻ്റെ ശരീരം താഴെ വീണിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇത് മേശപ്പുറത്തിരുന്ന് താഴെ വീണത് പട്ടികയ്ക്കുള്ളതല്ലേ, ഇനി അത് അന്ന് സമ്മതിച്ചു കൊടുത്തതാ, കാനയിലത്തെ സ്ത്രീക്ക് ഈ സമ്മതിച്ചു കൊടുത്തതാ. മേശപ്പുറത്തിരുന്ന് താഴെ കുറേ പൊടി കിടപ്പുണ്ട്, അതൊക്കെ പട്ടി, എന്നെ പട്ടിയായിട്ട് നീ കണ്ടാൽ മതി. ഞാനിവിടെ ചുംബിക്കുമ്പോൾ എല്ലാ കുർബാനയിലും അവസാനത്തെ അപ്പം കൊടുത്ത് കഴിയുമ്പോൾ ഞാൻ താഴെ ചുംബിക്കുമ്പോൾ നീ എനിക്ക് വേണ്ടി ആ പൊടിയെല്ലാം ഞാൻ ചുംബിക്കുന്ന സ്ഥലത്ത് കൊണ്ടൊന്ന് വെച്ച് തന്നോ, എനിക്ക് അത്രയും മാത്രമേ എനിക്ക് മതി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ 2.5 കൊല്ലം ഞാൻ അങ്ങനെ അപ്പം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. 2.5 കൊല്ലം. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെയാ ഞാൻ പറഞ്ഞ, ഇങ്ങനെയാ സ്നേഹം ഉണ്ടാകുക ദൈവത്തോട്. ദൈവത്തെ കാണണം, ദൈവത്തെ കിട്ടണം. നേർവഴിക്കില്ലെങ്കിൽ കുറുക്കുവഴിക്കെങ്കിലും ദൈവത്തെ കാണണം, അത്രയേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതാ ദാഹം എന്ന് പറയണത്, വിശപ്പ് എന്ന് പറയണത്. വിശന്ന് കഴിഞ്ഞാൽ ആരും കണ്ടില്ലെങ്കിൽ ഒന്ന് എടുത്ത് കഴിക്കും. അതാണ് വിശപ്പ്. ദൈവത്തോടുള്ള വിശപ്പുണ്ടാകണം. ദൈവം അതൊക്കെ കണക്ക് വയ്ക്കും കേട്ടോ, അതിനെല്ലാം കണക്കുണ്ടാകും. ദൈവം നോക്കും ഓരോന്ന്. ഇവനിക്ക് എന്തോരം വിശപ്പുണ്ട്, എന്നെ കാണുമെന്ന് എന്തോരം ദാഹമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എല്ലാ കൊല്ലവും, ഒരു കൊല്ലത്തിൽ 1-2 പ്രാവശ്യം ഞാനും അച്ഛനും കൂടി വേളാങ്കണ്ണി പോകാറുണ്ട്. അപ്പോൾ വേളാങ്കണ്ണി ആൾക്കാരെ പോയിട്ട് അവിടെ 48 കൊന്തയ്ക്ക് ഒരുമിച്ച് ചൊല്ലണ ഞാനും അച്ഛനും കൂടി അവിടെ ഇരുന്ന് മുട്ടിപ്പേ എന്ന് ഓരോ കാര്യം സമർപ്പിച്ച് അച്ഛൻ പറയും ഇത് കാര്യം ലിസ്റ്റ് എഴുതിയിട്ട് അച്ഛൻ അങ്ങോട്ട് പ്രാർത്ഥിക്കുകയും ഞാനും പ്രാർത്ഥിക്കുകയും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ആൾക്കാരുടെ മുമ്പിൽ ഇരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കണം. കൈ ഇങ്ങനെ പൊക്കി ഞാൻ പ്രാർത്ഥിക്കണം, അച്ഛനവിടെ കൈ പൊക്കി പ്രാർത്ഥിക്കുക. ഞാൻ നോക്കുമ്പോഴത്തേക്കും ആൾത്തറയിരുന്ന് അച്ഛനും നോക്കിക്കൊണ്ടിരിക്കുക. ആൾത്തറയിരുന്ന് മാതാവിൻ്റെ രൂപത്തിൻ്റെ അവിടെ മെഴുതിരി കത്തിക്കൊണ്ടിരിക്കുക. ഒരു പച്ച മെഴുതിരിയാണ്, അതായിപ്പോൾ ഉടമ്പടിക്ക് ഇവിടെ പച്ച കളറാക്കിയത്. പ്രൈസ് ദി ലോർഡ്. ഒരു പ്രാവ് പറന്ന് വന്നിട്ട് കത്തിക്കൊണ്ടിരിക്കണ ഒരു പച്ച മെഴുതിരിയാണ്. അത് എടുക്കണത് കണ്ട് ഞാൻ വിചാരിച്ച ആ മെഴുതിരി താഴെ തട്ടിയിട്ടതാണെന്ന്. പക്ഷേ പ്രാവ് അത് പിടിച്ചിരിക്കുക, മെഴുതിരി പിടിച്ചിട്ട് അത് പൊങ്ങിയിട്ട് നേരെ കൊണ്ടുവന്നിട്ട് എൻ്റെ കയ്യിലേക്ക് ഇട്ട് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. കയ്യിൽ അച്ഛൻ കണ്ടുകൊണ്ടിരിക്കുക. അച്ഛൻ പറഞ്ഞ് ഇതെടുത്ത് ബാഗിൽ വെക്കുമെന്ന് പറഞ്ഞ് ഞാൻ ബാഗിൽ വെച്ചിട്ട് അവിടെ ഇരുന്ന് എന്നെ പിന്നെയും കൊന്തയില്ലിട്ട് മെസ്സേജ് എടുത്ത് അച്ഛൻ മെസ്സേജ് എടുത്തിട്ട് അച്ഛൻ പറഞ്ഞ് ജ്ഞാനസ്ഥാനത്തിൻ്റെ സമയമായിട്ടുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ എപ്പോഴാണെന്നൊന്നും അറിഞ്ഞിട്ടില്ല. ജ്ഞാനസ്ഥാനത്തിൻ്റെ സമയമായിട്ടുണ്ടെന്ന് പറഞ്ഞ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നിട്ട് ഇത് 2011 6 മാസം കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരു ചാൻസ് കിട്ടി. ഇവിടെ ഹോളി ലാൻഡ് പോകാനുള്ള ചാൻസ് കിട്ടി. അതിൽ ജോസഫ് അച്ഛനും ഉണ്ടായിരുന്നു. ഞാൻ അച്ഛനോട് ചോദിക്കാതെ അച്ഛൻ്റെ ടിക്കറ്റും ഞാനതിൽ ബുക്ക് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, അച്ഛോ ടിക്കറ്റ് എന്തായാലും എടുത്തിട്ടുണ്ട്, നമുക്ക് മാതാവിൻ്റെ സ്ഥലമൊക്കെ വീടൊക്കെ ഒന്ന് കാണണം, കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് അച്ഛനും പോകുന്നത് ഞങ്ങളുടെ കൂടെ. അവിടെ പോയത് ആദ്യത്തെ ദിവസം ഞങ്ങൾ പോയത് അമ്മനിൽ ഇറങ്ങി ജോർദൻ നദിയിൽ ആദ്യം പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. അന്ന് വൈകുന്നേരമാണ്. ജോർദൻ നദി പോയി ഞാൻ വെള്ളത്തിൻ്റെ അകത്ത്, എല്ലാവരും വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുക, അച്ഛനെ അടുത്ത് നിൽക്കേണ്ട. അപ്പോൾ അവിടെ ഗൈഡ് ഇന്നൊരു അച്ഛനുണ്ട്. അങ്ങനെ ഗൈഡെല്ലാം കൂടി പറയുക അവിടെ ഇരുന്ന്, ഇവിടെ ഈ സ്ഥലത്താണ് ഈശോയ്ക്ക് ജ്ഞാനസ്ഥാനം കിട്ടിയത്. ഈശോ ജ്ഞാനസ്ഥാനം എടുത്ത സ്ഥലം ഈ പോയിൻ്റാണ്, ഈ നദിയിൽ ഈ പോയിൻ്റിലാണെന്ന്. അതിൻ്റെ അടുത്താണ് നിൽക്കണം. അപ്പുറത്ത് മാറി ഇരുന്നുകൊണ്ട് ഞാൻ അച്ഛനും അടുത്തുണ്ട്, ജോസഫ് അച്ഛനും ഉണ്ട്. ഞാൻ അവിടെ മുട്ടിപ്പേ നിന്ന് ഇത്രയും വെള്ളമുണ്ട് മുട്ടിപ്പേ നിന്നിട്ട് ഞാൻ പറഞ്ഞ് അതെന്താണെന്ന് എനിക്കറിയില്ല, എൻ്റെ മുകളിൽ ഞാൻ അപ്പം അനുഭവപ്പെട്ടത് ഒരു കറണ്ട് പാസ് ചെയ്ത പോലത്തെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. അവിടെ നിന്നുകൊണ്ട് ഞാൻ അച്ഛനോട് ജോസഫ് അച്ഛനോട് പറഞ്ഞു, അച്ഛോ എനിക്കിവിടെ വെച്ച് അച്ഛന് ഇപ്പം ജ്ഞാനസ്ഥാനം തന്നെ, എന്നിട്ടേ ഞാൻ എണീക്കുള്ളൂ കേട്ടോ എന്ന് അച്ഛനോട് പറഞ്ഞ്. ഞാൻ മാത്രം, എൻ്റെ ഭാര്യയും മക്കളും അപ്പുറത്ത് മാറി നിൽക്കുക. അച്ഛൻ്റെ പോക്കറ്റിൽ മിനറൽ വാട്ടർ ബോട്ടിലുണ്ട്. ആ വെള്ളം താഴെ കളഞ്ഞിട്ട് അച്ഛൻ ജോർദൻ നദിയിലത്തെ വെള്ളം എടുത്ത് എൻ്റെ തലയിൽ ഒഴിച്ച് അവിടെ വെച്ച് ജ്ഞാനസ്ഥാനം എല്ലാവരും കൂടി നിൽക്കുക. ജ്ഞാനസ്ഥാനം കൊടുത്ത് എൻ്റെ 2 മക്കളും ഉണ്ട്, ഭാര്യയോട് ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വാ. എന്നിട്ട് അവരോട് മുട്ടിപ്പോയി നിൽക്കാൻ പറഞ്ഞ് അവർ സൈഡിലേക്ക് മാറിയിട്ട് അവിടെ മുട്ടിപ്പോയി നിന്ന് ഞാൻ പറഞ്ഞു, അച്ഛോ ഇവർക്ക് ഇപ്പം ജ്ഞാനസ്ഥാനം കൊടുക്കണമെന്ന്. അവിടെ എല്ലാവരും ഞങ്ങളുടെ ഗ്രൂപ്പ് എല്ലാവരും കൂടി നിന്ന് അവിടെ വെച്ചാൽ ഞങ്ങൾക്ക് ജ്ഞാനസ്ഥാനം തന്നത്. പ്രൈസ് ദി ലോർഡ്. ജോർദൻ നദിയിൽ. എന്നിട്ട് അടുത്ത ദിവസം ഞങ്ങൾ പോകുന്നത് ഖാനയിലെ കല്യാണ വിരുന്ന് വീടാണ്. അവിടെ വെച്ച ആദ്യ കുർബാന, അവിടെ കുർബാന നടത്തി. അവിടെ വെച്ച ആദ്യത്തെ അപ്പം അമ്മയുടെ സാന്നിധ്യത്തിൻ്റെ വീട്ടിൽ ഇരുന്നാണ് കിട്ടുന്നത്.